എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. വർഷഫലം 2026, കുംഭം രാശിഫലം 2026. അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളായ വിദ്യാഭ്യാസം, കരിയർ, ബിസിനസ്, പ്രണയം, വിവാഹം, കുടുംബം, സാമ്പത്തികം, ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ജ്യോതിഷ വിവരങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. കൂടാതെ ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള ലളിതമായ പരിഹാരങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ആദ്യം വിദ്യാഭ്യാസം. കുംഭം രാശിക്കാർക്ക് 2026 പഠനത്തിന് വളരെ നല്ല വർഷമായിരിക്കും. നിങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുകൂലമാണെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം നന്നായിരിക്കുകയാണെങ്കിൽ പഠനത്തിൽ ഈ വർഷം നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കും. രാഹു, കേതുവിന്റെ സ്വാധീനമുള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്ന് മാറിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മാത്രമല്ല, പഠനത്തിൽ നല്ല വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. വ്യാഴത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ വർഷം തുടങ്ങുന്നത് മുതൽ വ്യാഴം നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ സഹായിക്കുവാൻ ശ്രമിക്കും. 2026 ജനുവരി മുതൽ ജൂൺ 2 വരെ വ്യാഴം നിങ്ങളുടെ 5ാമത്തെ വീട്ടിലായിരിക്കും. അവിടെയിരുന്ന് നിങ്ങളുടെ 1ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യും. ലളിതമായി പറഞ്ഞാൽ, വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ 5ാം ഭാവം, 9ാം ഭാവം, ലാഭഭാവം, 1ാം ഭാവം എന്നിവിടങ്ങളിലേക്കായിരിക്കും. കുംഭം രാശിക്കാരുടെ 2026 ഫലമനുസരിച്ച് ഈ ഭാവങ്ങളെല്ലാം പഠനത്തിന് സഹായകമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമായ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത് പഠനവുമായി ബന്ധപ്പെട്ട് നല്ല കാര്യമായി കണക്കാക്കാം. അതേസമയം പ്രൈമറി വിദ്യാഭ്യാസം നോക്കുന്ന ഗ്രഹമായ ബുധൻ നിങ്ങൾക്ക് സാധാരണയേക്കാൾ നല്ല ഫലങ്ങൾ തരും. മൊത്തത്തിൽ ഈ വർഷം നിങ്ങൾക്ക് വ്യാഴത്തിന്റെയും ബുധന്റെയും അനുഗ്രഹങ്ങൾ കിട്ടും. അതുവഴി പഠനത്തിൽ വിജയിക്കുവാനും സാധിക്കും. 2026 ജനുവരി മുതൽ ജൂൺ 2 വരെ വ്യാഴം നിങ്ങളുടെ 5ാമത്തെ വീട്ടിലിരുന്ന് നിങ്ങളെ സഹായിക്കും. ഈ സമയത്ത് സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും കോളേജ് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും വ്യാഴം നല്ല ഫലങ്ങൾ നൽകും. അതിനുശേഷം ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വ്യാഴത്തിന് ബലം കൂടുതലായിരിക്കും. അത് കാരണം മത്സര പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്ക് വിജയം നേടാൻ ഇത് സഹായിക്കും. ഒക്ടോബർ 31 കഴിഞ്ഞാൽ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് വ്യാഴത്തിന്റെ സ്ഥിതി വീണ്ടും അനുകൂലമായി മാറും. പൊതുവായി പറഞ്ഞാൽ 2026 കുംഭം രാശിക്കാർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി വളരെ നല്ല വർഷമായിരിക്കും. ബിസിനസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുംഭം രാശിക്കാർക്ക് ഇതൊരു സാധാരണ വർഷമായിരിക്കും. നിങ്ങളുടെ കർമ്മസ്ഥലമായ 10ാം ഭാവം നോക്കുന്ന ഗ്രഹമായ ചൊവ്വ സ്ഥിരമായി അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ പ്ലാൻ ചെയ്യുകയും ക്ഷമ കാണിക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയം ലഭിക്കുകയുള്ളൂ. 7ാം ഭാവം നോക്കുന്ന സൂര്യൻ ഭാഗികമായി പിന്തുണ നൽകുമെങ്കിലും പെട്ടെന്നുള്ള വളർച്ചയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. 7ാം ഭാവത്തിലെ രാഹുവിന്റെയും കേതുവിന്റെയും സാന്നിധ്യം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചില ആശയക്കുഴപ്പങ്ങൾ, തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ എന്നിവ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ഈ സമയത്ത് കൂടുതൽ റിസ്ക് എടുക്കുന്നതും പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതും ആവേശത്തോടെ നിക്ഷേപങ്ങൾ നടത്തുന്നതും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ വിപുലമാക്കാനോ നിങ്ങൾക്കൊരു തോന്നൽ വന്നേക്കാം. പക്ഷേ ഗ്രഹങ്ങളുടെ അവസ്ഥ മോശമായതുകൊണ്ട് അങ്ങനെയുള്ള നീക്കങ്ങൾ പ്രശ്നങ്ങളിലേക്കോ നഷ്ടങ്ങളിലേക്കോ വഴിവെച്ചേക്കാം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത റിസ്കുകൾ ഒഴിവാക്കി സ്ഥിരതയോടും ക്ഷമയോടും കൂടി ഇപ്പോഴുള്ള നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 2026 വർഷം സുരക്ഷിതമായി മുന്നോട്ട് പോകും. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനം ഉറപ്പിച്ചു നിർത്തുവാനും ഭാവിയിലെ വളർച്ചയ്ക്ക് വേണ്ടി പതുക്കെ ഒരു നല്ല അടിത്തറ ഉണ്ടാക്കുവാനും സഹായിക്കും. കരിയർ. ഈ വർഷം നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും. നിങ്ങളുടെ ജോലിക്ക് സുരക്ഷയുണ്ടാകും. കഠിനാധ്വാനം ചെയ്യുകയും ജോലിയിൽ കൂടുതലായി ശ്രദ്ധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അംഗീകാരവും വിജയവും നേടാൻ സാധിക്കും. എങ്കിലും നിങ്ങളുടെ 1ാം ഭാവത്തിലെ രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം കാരണം ഓഫീസിൽ അനാവശ്യ ചർച്ചകളും വഴക്കുകളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ജനുവരി മുതൽ ജൂൺ വരെ 5ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥാനം നിങ്ങളുടെ ജോലിയിലെ ലക്ഷ്യങ്ങൾ നേടാനും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും സഹായിക്കും. ജൂൺ മുതൽ ഒക്ടോബർ വരെ 6ാം ഭാവത്തിലെ പൂർണ്ണബലമുള്ള വ്യാഴത്തിന്റെ നല്ല സ്ഥാനം ജോലി സ്ഥിരത കൂട്ടുകയും നിങ്ങളുടെ പ്രൊഫഷണൽ ബന്ധങ്ങൾ വികസിപ്പിക്കുകയും ജോലിയിലെ വളർച്ചയ്ക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്യും. ഒക്ടോബർ 31 ശേഷം വ്യാഴത്തിന്റെ അനുകൂലമായ മാറ്റം സ്ഥാനകയറ്റത്തിനും പുരോഗതിക്കും വഴിയൊരുക്കും. എങ്കിലും രാഹു കേതുവിന്റെ സാന്നിധ്യവും 2ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനവും കാരണം നിങ്ങൾ ശ്രദ്ധയും അച്ചടക്കവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്.
മൊത്തത്തിൽ 2026 കുംഭം രാശിക്കാർക്ക് സ്ഥിരമായ പുരോഗതിയുടെ ഒരു വർഷമായിരിക്കും. ക്ഷമ, ആത്മാർത്ഥത, ശ്രദ്ധ എന്നിവ അവരുടെ കരിയറിൽ സാധാരണയേക്കാൾ നല്ല ഫലങ്ങളിലേക്ക് എത്തിക്കും. സാമ്പത്തികം. കുംഭം രാശിക്കാർക്ക് 2026 പണത്തിന്റെ കാര്യത്തിൽ ഇടകലർന്ന ഫലങ്ങളാണ് ലഭിക്കുക. ലാഭഭാവത്തിന്റെ ഗ്രഹമായ വ്യാഴം വർഷത്തിൽ അധിക സമയവും അനുകൂലമായിരിക്കും. ജനുവരി മുതൽ ജൂൺ 2 വരെ 5-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥാനവും ലാഭഭാവത്തിലുള്ള ദൃഷ്ടിയും കാരണം നിങ്ങൾക്ക് ജോലിയിലൂടെയോ ബിസിനസ്സിലൂടെയോ നല്ല വരുമാനവും സ്ഥിരമായ നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. എങ്കിലും 2-ാം ഭാവത്തിലെ ശനി കാരണം പണം സേവ് ചെയ്ത് വെക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. ഇത് സമ്പത്ത് നിലനിർത്താൻ പ്രയാസമുണ്ടാക്കും. ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയ്ക്ക് വ്യാഴം 6-ാം ഭാവത്തിലേക്ക് മാറും. ഇത് പൊതുവെ സാമ്പത്തികമായി അത്ര നല്ലതല്ല. എങ്കിലും സമ്പത്തിന്റെ ഭാവത്തിലുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി കാരണം അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കും. ഒക്ടോബർ 31-ന് ശേഷം ലാഭഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി വീണ്ടും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത നൽകും. മൊത്തത്തിൽ 2026 വരുമാനം കിട്ടുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. പക്ഷേ പണം സേവ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പണം കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുവാനും റിസ്ക്കുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും ശ്രദ്ധിക്കണം. പ്രണയ ജീവിതം. കുംഭം രാശിക്കാർക്ക് 2026 പ്രണയത്തിന്റെയും ബന്ധങ്ങളുടെയും കാര്യത്തിൽ നല്ല ഫലങ്ങൾ നൽകും. 5-ാം ഭാവാധിപനായ ബുധന്റെ സ്ഥിതി പ്രണയകാര്യങ്ങളിൽ സാധാരണ നിലയിലും കൂടുതൽ യോജിപ്പ് നൽകും. അതുപോലെ ശുക്രൻ പങ്കാളികൾ തമ്മിലുള്ള സ്നേഹം, പരസ്പര ധാരണ, വൈകാരികമായ അടുപ്പം എന്നിവ കൂട്ടും. എങ്കിലും രാഹുവിന്റെ സ്വാധീനം കാരണം തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ എന്നിവയിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. ഇത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ബന്ധത്തെ മോശമാക്കിയേക്കാം. ജനുവരി മുതൽ ജൂൺ 2 വരെ 5-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സാന്നിധ്യം പ്രണയകാര്യങ്ങളെ ശക്തമായി അനുകൂലിക്കുകയും വൈകാരിക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുകയും നിലവിലെ ബന്ധങ്ങൾക്ക് സ്ഥിരത നൽകുകയും ചെയ്യും. ഒക്ടോബർ 31-ന് ശേഷം വ്യാഴം 7-ാം ഭാവത്തിലേക്ക് മാറും. വിവാഹം പ്ലാൻ ചെയ്യുന്നവർക്കോ ബന്ധത്തിൽ കൂടുതൽ പ്രതിബദ്ധത ആഗ്രഹിക്കുന്നവർക്കോ ഇത് വളരെ നല്ലതാണ്. വർഷത്തിന്റെ മധ്യത്തിൽ വ്യാഴത്തിന്റെ പിന്തുണ കുറച്ച് കുറഞ്ഞേക്കാം. ആ സമയത്ത് ക്ഷമ, വിശ്വാസം എന്നിവ ബന്ധത്തിലെ യോജിപ്പ് നിലനിർത്തുവാൻ സഹായിക്കും. കുംഭം രാശിഫലം 2026 പ്രകാരം ഈ വർഷം പ്രണയത്തിന് അനുകൂല വർഷമായിരിക്കും. കുംഭം രാശിക്കാർ സംശയം ഒഴിവാക്കുകയും തുറന്നു സംസാരിക്കുകയും ആത്മാർത്ഥതയോടെയും ബഹുമാനത്തോടെയും അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. കുടുംബജീവിതം. കുംഭം രാശിക്കാർക്ക് 2026 കുടുംബജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. പ്രധാനമായും 2026 ശനി 2-ാം ഭാവത്തിൽ നിൽക്കുന്നതും 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതും ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കുവാനും പരസ്പരം സംസാരിക്കുന്നതിലെ കുറവുകൾക്കും അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിൽ വഴക്കുകൾക്കും കാരണമായേക്കാം. സമാധാനം നിലനിർത്താൻ കുടുംബാംഗങ്ങൾ പരസ്പരം മനസ്സിലാക്കലിനും പരസ്പര സ്നേഹത്തിനും പ്രാധാന്യം നൽകേണ്ടത് പ്രധാനമാണ്. ക്ഷമയോടെയും പക്വതയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. എന്നാൽ ഇതിന് വിപരീതമായി 4-ാം ഭാവത്തിന്റെ അധിപനായ ശുക്രന്റെ സ്ഥാനം വർഷത്തിൽ അധിക സമയവും അനുകൂലമായിരിക്കുന്നതുകൊണ്ട് വീട്ടിൽ സുഖവും സ്ഥിരതയും കുടുംബ ഐക്യവും ഉറപ്പിക്കാം. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ താരതമ്യേന മെച്ചപ്പെട്ടതും കൂടുതൽ സമാധാനപൂർണവുമായിരിക്കും. കൂടാതെ വ്യാഴത്തിന്റെ നല്ല സ്വാധീനം നിങ്ങളുടെ മാനസിക ശക്തിയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള കഴിവ് കൂട്ടുകയും വീട്ടുകാര്യങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ മറികടക്കുവാനും നിങ്ങളെ സഹായിക്കും. ഭൂമി, സ്വത്ത്, വാഹനം. കുംഭം രാശിക്കാർക്ക് 2026 ഭൂമി, സ്വത്ത്, വാഹനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാധാരണ നിലയിലുള്ളതും ചിലപ്പോൾ അതിലും അല്പം നല്ലതുമായ ഫലങ്ങൾ ലഭിക്കും. 4-ാം ഭാവത്തിലെ ശനിയുടെ നോട്ടം കാരണം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. തർക്കമുള്ള സ്വത്തുക്കൾ വാങ്ങുന്നത് ഒഴിവാക്കണം. ഒരു സ്വത്ത് മറ്റുള്ളവരുമായി പങ്കിട്ടതാണെങ്കിൽ വിൽക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തുകയും പരസ്പരം ധാരണയിലെത്തുകയും വേണം. നിങ്ങളുടെ കയ്യിലുള്ള സ്വത്തിന് സുരക്ഷയുണ്ടെങ്കിലും സത്യസന്ധമല്ലാത്തതോ ആവേശം കാണിച്ചുള്ളതോ ആയ തീരുമാനങ്ങൾ എടുത്താൽ ശനിയുടെ മോശം ഫലങ്ങൾ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഒരു പഴയ വീട് പുതുക്കി പണിയുന്നതിനോ അല്ലെങ്കിൽ വാങ്ങുന്നതിനോ അനുകൂലമായ സമയമാണ്. പുതിയ ഭൂമിയോ സ്വത്തോ വാങ്ങുകയാണെങ്കിൽ ചില തടസ്സങ്ങളോ കാലതാമസങ്ങളോ നേരിട്ടേക്കാം. ക്ഷമയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ മറികടക്കുവാൻ കഴിയും. മറ്റൊരു വശത്ത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോസിറ്റീവായി കാണുന്നു. പ്രത്യേകിച്ച് പഴയതോ ഉപയോഗിച്ചതോ ആയ വാഹനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് എളുപ്പത്തിൽ നടക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ പദ്ധതിയുണ്ടെങ്കിൽ ഇടപാട് ഉറപ്പിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക.
4-ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി കാരണം ചെറിയ അപകടങ്ങളോ വാഹനത്തിന് കേടുപാടുകളോ ഉണ്ടാകാതിരിക്കാൻ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മൊത്തത്തിൽ നിങ്ങൾ വിവേകത്തോടെയും ജാഗ്രതയോടെയും കാര്യങ്ങൾ ചെയ്താൽ 2026 സ്വത്ത്, വാഹന സംബന്ധമായ കാര്യങ്ങളിലും പുരോഗതിയുള്ള വർഷമായിരിക്കും. ആരോഗ്യം. കുംഭം രാശിക്കാർക്ക് 2026 ആരോഗ്യം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ രാശിയുടെ അധിപനായ ശനി 2-ാം ഭാവത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ രാശിയുടെ അധിപനാണെങ്കിലും ഇത് 7.5 ശനി എന്ന അവസ്ഥയുടെ ഭാഗമായാണ് കൂട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ആരോഗ്യത്തിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇത് കാരണമായേക്കാം. 2-ാമത്തെ രാശിയിൽ ശനിയുള്ളതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ കൺട്രോൾ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് വറുത്തതും അല്ലെങ്കിൽ ഉണങ്ങിയതുമായ സാധനങ്ങൾ കഴിക്കാനിടയുണ്ട്. ഇത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. 2025 ജൂലൈ 11 മുതൽ 2026 ഡിസംബർ 5 വരെ രാഹു നിങ്ങളുടെ 1-ാം ഭാവത്തിൽ തന്നെയുണ്ടാകും. ഇത് ആരോഗ്യത്തിന് അത്ര നല്ല സ്ഥാനമായി കണക്കാക്കില്ല. വർഷത്തിന്റെ തുടക്കം മുതൽ 2026 ജൂൺ 2 വരെ വ്യാഴം നിങ്ങളുടെ 5-ാം ഭാവത്തിലിരിക്കും. അവിടെ ഇരുന്ന് വ്യാഴം നിങ്ങളുടെ 1-ാം ഭാവത്തെ ദൃഷ്ടി ചെയ്യും. ഈ വ്യാഴ ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മുകളിൽ പറഞ്ഞ മോശം സാഹചര്യങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. 2026 ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വ്യാഴത്തിന് ബലം കുറവായതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനുശേഷം ഒക്ടോബർ 31 കഴിഞ്ഞാൽ വ്യാഴം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തരാൻ ശ്രമിക്കും. മൊത്തത്തിൽ നോക്കിയാൽ 2026 ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ ഇരിക്കുന്ന സ്ഥാനം കൂടി കണക്കിലെടുക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം കുറച്ച് മോശമായിരിക്കാനാണ് സാധ്യത. 2026 നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന അശുഭ ഗ്രഹങ്ങളുടെ എണ്ണം ശുഭഗ്രഹങ്ങളെക്കാൾ കൂടുതലായിരിക്കും. അതിനാൽ ഈ വർഷം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരിക്കണം. ഇതോടൊപ്പം നല്ല ഭക്ഷണക്രമവും ദിനചര്യയും പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യകരമായ ജീവിതം ആസ്വദിക്കുവാൻ കഴിയൂ. അശ്രദ്ധ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. പ്രതിവിധികൾ. കഴുത്തിൽ വെള്ളി ആഭരണം ധരിക്കുക. ശനിയാഴ്ച ദിവസം ശാസ്താവിന്റെ അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ ചെയ്യുക എന്നത് തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ ഗുണം ചെയ്യും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഹരി ഓം.